ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എയ്ഡ്സിനെ പറ്റിയുള്ള അവബോധം ആൾക്കാരിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എയ്ഡ്സ് ദിനത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കോളേജുകളിലൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ ആ ആ മീറ്റിങ്ങുകളിൽ ഉരുത്തിരിഞ്ഞ ചോദ്യങ്ങളും സംശയങ്ങളും എല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ എയ്ഡ്സ് എന്നൊരു രോഗം അത് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടത് 1981 ഈ 1981 എന്നെ സംബന്ധിച്ച് ഒരു പ്രധാന വർഷമാണ്. കാരണം ഞാൻ MBBS പാസ്സായ വർഷം. വെറും 2 വർഷം കൊണ്ട് തന്നെ ഇതിന്റെ കാരണക്കാരനായ അണുവിനെയും കണ്ടെത്തി. അതൊരു വൈറസ് ആണെന്ന് 1983 കണ്ടെത്തി. അപ്പൊ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കാം. ഇത് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് എങ്ങനെയാണെന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ശരീരത്തിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? കയറി പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ കോശങ്ങളെയാണ് ഇവൻ എയിം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രതിരോധ കോശങ്ങളുടെ അടുത്തെത്തി അതിൻ്റെ കോശത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ട് അതിനകത്ത് കയറും. അതിനകത്ത് കയറുമ്പോൾ ഈ HIV എന്ന് പറയുന്ന ഒരു RNA വൈറസ് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഉള്ളത് DNA ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ RNA, അതായത് ഈ HIV വൈറസ്, അതകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നൊരു സാധനം വെച്ചിട്ട് ഈ RNA റിവേഴ്സ് ചെയ്ത് DNA ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവ നമ്മുടെ കോശത്തിന്റെ DNA തന്നെ കയറി ഇരിക്കും. ഇപ്പൊ നമ്മുടെ DNA ഈ വൈറസിന്റെ DNA കയറി ഇൻകോപ്പറേറ്റഡ് ആയി. അപ്പൊ എന്താ പ്രശ്നം? നമ്മുടെ കോശങ്ങൾ ഈ DNA പറയുന്നതനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വൈറസ് അവിടെ നിന്ന് എന്ത് ചെയ്യും? കൊച്ചു കൊച്ചു വൈറസ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കോശത്തിന്റെ മെഷീനറി ഉപയോഗിച്ച്, നമ്മുടെ പോഷകങ്ങൾ ഉപയോഗിച്ച് നമുക്കെതിരെ HIV അണുക്കളെ, കുഞ്ഞു കുഞ്ഞു അണുക്കളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരുമാതിരി ഒരു ടെററിസം. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ പ്രതിരോധ കോശങ്ങൾ വളരെയധികം പ്രവർത്തനരഹിതമാകും. കാരണം ഇപ്പൊ പ്രതിരോധ കോശങ്ങൾ എന്ത് ചെയ്യും? ഈ DNA കയറിക്കൂടിയിരിക്കുന്ന HIV-യുടെ DNA, അതായത് HIV-യുടെ RNA ആണ്, അത് DNA ആയിട്ട് രൂപാന്തരപ്പെട്ട് ഇതിനകത്ത് കയറിയിരിക്കുകയാണ്. അവൻ പറയുന്ന കാര്യങ്ങളേ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മളെ ഒരു അണുക്കള് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രതിരോധ ശക്തി ചുമ്മാ ഇരിക്കും. അപ്പൊ അതാണ് ഈ എയ്ഡ്സിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ. എയ്ഡ്സ് എന്നുള്ള അണു, HIV എന്നുള്ള അണു അല്ല നമ്മളെ കൊല്ലുന്നത്. അത് നമ്മുടെ പ്രതിരോധ ഘടകങ്ങളെ പ്രവർത്തനരഹിതമാക്കുകയും അതുമൂലം വഴിയെ പോകുന്ന എല്ലാ അണുക്കളും നമ്മളെ കയറി ആക്രമിച്ച് ഈവൻ ജലദോഷത്തിന്റെ അണു പോലും വളരെ സീരിയസ് അസുഖങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ മരണത്തിന് കീഴ്പ്പെടും. അങ്ങനെയുള്ള ഒരു അണുവാണ് HIV. അതുകൊണ്ടാണ് ഞാൻ ഈ HIV-യെ ഒരു ടെററിസ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ തന്നെ കോശത്തിൽ കയറി നമ്മുടെ കോശത്തിലെ മെഷീനറി ഉപയോഗിച്ച് നമുക്കെതിരായി പ്രവർത്തിക്കും. ഇനി നമ്മൾ HIV എന്നും എയ്ഡ്സ് എന്നും കേൾക്കാറുണ്ടല്ലോ. ഇത് രണ്ടും ഒന്നാണോ? ഈ HIV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ HIV അണുക്കൾ കയറിയാൽ നമ്മൾ HIV രോഗബാധിതൻ എന്ന് പറയും. എന്നാൽ എയ്ഡ്സിന്റെ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ മാത്രമേ നമ്മൾ എയ്ഡ്സ് രോഗിയാവൂ. അത് അത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ പറയാം. അതായത് HIV നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഏതോ ഒരു അണു കയറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രതിരോധ അണുക്കൾ ഒരു നോൺ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് പനി വരും, തലവേദന വരും, തൊണ്ടവേദന വരും. നമ്മുടെ സാധാരണ ഫ്ലൂ വരും, അതിന് വരുന്ന പോലെ കുറച്ച് രോഗലക്ഷണങ്ങൾ വരും. അപ്പോഴേക്കും എന്ത് പറ്റും? ഈ HIV അണുക്കൾ നമ്മുടെ കോശത്തിനകത്ത് കയറി കഴിയും. കോശത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊക്കില്ല. കാരണം കോശവും നശിച്ചു പോകും. കോശത്തിനെ നമുക്ക് പുളർന്ന് അകത്ത് കയറി ഇതിനെ HIV അണുവിനെ പിടിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഈ തലവേദന, പനിയൊക്കെ പോലെ തോന്നിയതെല്ലാം അതങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്കൊരു രോഗലക്ഷണമില്ല. കുറേ നാൾ എത്ര നാളാണ്?
ഒരു ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ 1-2 വർഷം. വലിയ പ്രായപൂർത്തിയായ ആളാണെങ്കിൽ 10 വർഷം, 15 വർഷം, 20 വർഷം വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് അത് എയ്ഡ്സ് ആവുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5-6 പ്രതിരോധ ശക്തിയിൽ HIV കയറിയെന്ന് പറഞ്ഞ് നമുക്കൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അത് പെരുകി വീണ്ടും അടുത്ത പ്രതിരോധ ഘടകങ്ങളിൽ കയറി, അടുത്ത പ്രതിരോധ ഘടകങ്ങളിൽ കയറി, അങ്ങനെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി മൊത്തമായിട്ട് അങ്ങ് മോശമാകുന്നത് വരെ നമ്മൾ എയ്ഡ്സ് ആവില്ല. മൊത്തമായിട്ട് മോശമാകുമ്പോൾ നമ്മൾ എയ്ഡ്സ് ആവും. എയ്ഡ്സ് ആകുമ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ വല്ലാതെ വെയിറ്റ് കുറയുന്നു, ഒരു വലിയൊരു രോഗിയെ പോലെ വെയിറ്റ് കുറയുന്നു, പനി വരുന്നു, ഇവിടെയെല്ലാം കഴലേക്കൊക്കെ നീര് വരുന്നു, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ വയറിളക്കം വരുന്നു. പിന്നെ സാധാരണ നമ്മൾ ആക്രമിക്കാൻ സാധ്യതയില്ലാത്ത അണുക്കൾ കൊണ്ടെല്ലാം നമുക്ക് സീരിയസ് അസുഖങ്ങൾ വരുന്നു. പിന്നെ സാധാരണ വരാത്ത ക്യാൻസറുകൾ വരുന്നു. ഇപ്പൊ ക്യാൻസറുകൾ ആൾക്കാർക്ക് വരും, പക്ഷെ ഈ എയ്ഡ്സ് ഉള്ളവർക്ക് സാധാരണ ആൾക്കാർക്ക് കാണാത്ത ചിലതരം ക്യാൻസറുകൾ, കാപ്പോസിസ് എന്നൊക്കെ പറയുന്ന പോലെ ചില ക്യാൻസറുകൾ, ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലോട്ടുള്ള മടക്കം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനി ഈ HIV എങ്ങനെ പടരുമെന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാവുന്നുള്ളത് പോലെ തന്നെ ലൈംഗികമായിട്ടാണ് പടരുന്നത്. സെക്ഷുവൽ സെക്രീഷൻസ്, ലൈംഗിക സ്രവങ്ങളിലാണ് ഇത് ഏറ്റവും അധികമുള്ളത്. അതുകൊണ്ട് തന്നെ പടരും. പക്ഷേ ലൈംഗിക സ്രവങ്ങളിനേക്കാളും കൂടുതൽ ഇതുള്ളത് നമ്മുടെ രക്തത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ രക്തത്തിൽ കയറുന്നതെല്ലാം നമ്മുടെ പ്രതിരോധ അണുക്കളുടെ അകത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ രക്തം ദാനം ചെയ്യും, ഒരു അസുഖമുള്ള ആളിന്റെ രക്തം വേറൊരാളിനെ അടച്ചു കഴിഞ്ഞാൽ രോഗം കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് 100%, ഒരു 90 മുതൽ 98% വരെ സാധ്യത. അപ്പോൾ ഏറ്റവും അധികം സാധ്യത, രോഗം പകരാൻ സാധ്യത ഈ അസുഖം ബാധിച്ച് രക്തം അടയ്ക്കുന്നതിലൂടെയാണ്. പക്ഷെ അതൊരു സാധാരണ കാര്യമല്ല. ഒന്ന്, ഇക്കാലത്ത് രക്തം അടയ്ക്കുന്നതിന് മുമ്പ് എല്ലാ പരിശോധനകളും ചെയ്തു നോക്കും, അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധനയൊക്കെ ചെയ്ത രക്തമാണ് അടയ്ക്കുന്നത്. 2, ഈ രക്തം അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ 1-2, പലപ്പോഴും ആർക്കും രക്തം അടച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. ഒരു അപകടം പറ്റുമ്പോഴോ ആക്സിഡന്റ് പറ്റുമ്പോഴൊക്കെ ആയിരിക്കും രക്തം അടയ്ക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രക്തം അടച്ച് അസുഖം വരാനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെ ആർക്കും ഈ കാലങ്ങളിൽ വരാറില്ല. പണ്ട് ഈ ടെസ്റ്റുകളൊന്നും ഇല്ലായിരുന്ന കാലഘട്ടങ്ങളിലാണ് അത് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം രോഗം പകരാൻ സാധ്യത ലൈംഗിക പ്രവർത്തനങ്ങൾ. അത് കഴിഞ്ഞാൽ ഒരു പ്രധാന കാര്യം ഇഞ്ചക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാരെല്ലാം ഈ ഡ്രഗ് യൂസേഴ്സ് ഒരുപാട് പേരുണ്ട്. അവർ സിറിഞ്ച് വെച്ച്, അത് ഒരു സിറിഞ്ച് തന്നെ പലരും ഉപയോഗിക്കുമ്പോൾ അടുത്ത ആളിലേക്ക് കുത്തിവയ്ക്കുമ്പോൾ അത് പകരാൻ സാധ്യത. ഇനി അടുത്ത ഒരു പ്രധാന കാര്യമാണ് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കുഞ്ഞ് കിടക്കുകയാണല്ലോ. ഇത് കൂടാതെ പ്രസവിക്കുമ്പോൾ കുറേ ബ്ലഡൊക്കെ പോകുമല്ലോ. അപ്പോൾ കുഞ്ഞിന്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും മിക്സ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ രക്തം വഴി അല്ലെങ്കിൽ അമ്മയുടെ ജനനേന്ദ്രിയത്തിലെ സെക്രീഷൻസ് വഴിയൊക്കെ പകരാനുള്ള സാധ്യത പ്രസവ സമയത്ത് വളരെ കൂടുതലാണ്. ഇതുകൂടാതെ മുലപ്പാലിൽ കൂടി ചെറിയ രീതിയിൽ പകരാം. ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചികിത്സയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം എത്രത്തോളം അതിന്റെ റിസ്ക് ഉണ്ട്. ഈ 1981 ഈ എയ്ഡ്സ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹോമോസെക്ഷൽസ്. നാച്ചുറൽ അല്ലാത്ത മാർഗങ്ങളിൽ സെക്ഷൽ റിലേഷൻ ചെയ്യുമ്പോൾ മുറിവ് പറ്റാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ മുറിവ് പറ്റി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ലൈംഗിക സെക്രീഷനെക്കാളും സാധ്യത ബ്ലഡിലാണ്. അപ്പോൾ കൂടുതൽ പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതാദ്യം ഹോമോസെക്ഷൽസിൽ കണ്ടെത്തിയത്. പിന്നെ ഞാൻ നേരത്തെ ഈ ലൈംഗിക സ്രവങ്ങൾ പറഞ്ഞു, അതിൽ തന്നെ ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ പകരാൻ സാധ്യത. എന്തുകൊണ്ടാണ്? ഈ ലൈംഗിക സ്രവങ്ങൾ കൂടുതൽ സമയം ശരീരത്തിനകത്ത് നിൽക്കുന്നത് സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെ പകരാനുള്ള സാധ്യത പുരുഷനേക്കാളും സ്ത്രീക്ക് കൂടുതലുമാണ്. പകരാനുള്ള കാരണങ്ങൾ പറഞ്ഞു, പക്ഷെ പകരാൻ സാധ്യതയില്ലാത്ത കുറെ കാര്യങ്ങൾ അത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. ഉദാഹരണമായിട്ട് ഒരേ പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കുക, ഒരേ ബെഡിൽ കിടന്നുറങ്ങുക, എയ്ഡ്സ് രോഗിയെ ഒന്ന് ആലിംഗനം ചെയ്യുക, ഹാൻഡ് ഷേക്ക് ചെയ്യുക, അതായത് കൈ കൊടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കുക, ഇതിലൊന്നും നമ്മുടെ HIV പകരില്ല. അതിന് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് പകരില്ല എന്നുള്ളതിന്. നമ്മൾ ആ സ്റ്റഡീസ് ഒന്നും നോക്കണ്ട, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ചുറ്റിൽ കാണുന്ന എന്താണെന്ന് നോക്കുക.
ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ആശുപത്രിയിൽ എയ്ഡ്സ് രോഗികളായ ദമ്പതികളുടെ 2 പിള്ളേരുണ്ടായിരുന്നു. അതിൽ ദമ്പതികൾ എയ്ഡ്സ് ബാധിച്ച് മരിച്ചുപോയി. അപ്പൊ ഈ 2 കുട്ടികളെയും അമ്മുമ്മയാണ് വളർത്തിയത്. അപ്പൊ ആശുപത്രി വരുമ്പോഴൊക്കെ നമ്മൾ അത് നോട്ട് ചെയ്യാറുണ്ട്. അമ്മുമ്മയും കുഞ്ഞുങ്ങളും ഒരേ പ്ലേറ്റിൽ നിന്നാണ് കഴിക്കുക. അമ്മുമ്മയും കുഞ്ഞുങ്ങളും ഒരേ ബെഡിലാണ് കിടന്നുറങ്ങുക. കാരണം ആ കാലഘട്ടത്തിൽ, ഇപ്പോഴും അങ്ങനെ തന്നെ, സർക്കാർ ആശുപത്രികളിൽ ബൈസ്റ്റാൻഡർക്ക് ബെഡൊന്നുമില്ല. അപ്പൊ അവര് ഇതേ ബെഡിൽ തന്നെ കിടന്ന് കുട്ടിയെ കൂടെ കിടത്തുകയാണ് പതിവ്. പിന്നെ ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിക്കാറുണ്ട്, കുളിപ്പിക്കുന്നു, പിന്നെ ഉമ്മ കൊടുക്കുന്നു. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ടും ഈ അമ്മമ്മയ്ക്ക് പോസിറ്റീവ് ആയിട്ടില്ല. അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകളുടെ ഉദാഹരണം നമുക്ക് കാണിക്കാനുണ്ട്. അതുകൂടാതെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പകർന്നതായിട്ട് ഒരാളിനെ നമുക്ക് കാണിക്കാനൊട്ട് ഇല്ലേയും താൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങളിൽ പറയണത് വിശ്വസിക്കേണ്ട, നമ്മൾ സ്വന്തം ആയിട്ട് കാണുന്നത് നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഷ്വൽ കോണ്ടാക്റ്റിൽ HIV പകരില്ല. പിന്നെ കൊതുക് കടിച്ചാൽ പകരുമോ? ഈ കൊതുക് കടിച്ചാലും മലമ്പനി പകരും. എന്തുകൊണ്ടാ? ഈ കൊതുകിന്റെ ശരീരത്തിൽ ഈ മലമ്പനിയുടെ അണുക്കൾക്ക് ഒരു വളർച്ചാ ഘട്ടം. അപ്പൊ കൊതുകിൽ അത് വളർന്നിട്ട് മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കൊതുക് കടിക്കും. അതേസമയം ഈ HIV എന്നുള്ള അണുവിന് മനുഷ്യ ശരീരത്തിന് പുറത്ത് തീരെ നിലനിൽപ്പില്ല. അത് നമ്മുടെ കൊതുകിന്റെ ശരീരത്തിലൊന്നും വളരാൻ പ്രാപ്തരല്ല. അതുകൊണ്ട് തന്നെ അത് കൊതുകിൽ നിന്നും ഇങ്ങോട്ട് കിട്ടൂല. അത് തിയറി. പ്രാക്ടിക്കലായിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളൊക്കെ ആശുപത്രിയിൽ എയ്ഡ്സ് രോഗികളൊക്കെ കിടന്ന ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. സർക്കാർ ആശുപത്രിയാണ്. സർക്കാർ ആശുപത്രി നിറയെ കൊതുകാണ്. അപ്പൊ എയ്ഡ്സ് രോഗിയെ കടിച്ച ഒരുപാട് കൊതുകുകൾ ഞങ്ങളെ കടിച്ചു കാണും. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അസുഖം കിട്ടിയില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കൊതുക് കടിയെന്ന് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ സെക്ഷുവലായിട്ട് ഉള്ള ഒരു റിലേഷൻ നടത്തിയില്ല, പക്ഷെ കിസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ വരാമോ? ഇതൊരു സാധാരണ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ശരിക്കും നമ്മുടെ ഉമിനീരിൽ അണുക്കൾ ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിച്ചാലൊന്നും ആ അസുഖം വരില്ല. പക്ഷേ നമ്മുടെ ചുണ്ടെങ്ങാനും കടിച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കിസ്സിങ്ങിന്റെ ഭാഗമായിട്ട് മുറിവ് വന്നെങ്കിൽ പകരും. കാരണം രക്തത്തിൽ നിന്നും അത് ഉമിനീരിലോട്ട്. ഇത് ക്രിമിനൽസ് ഉണ്ടല്ലോ നമ്മൾ ജയിലിൽ കൊണ്ടിടുന്നത്, അവര് സൂത്രധാരികളാണ്. അവർക്കറിയാം ഈ ഉമിനീരിൽ നിന്നും പകരൂല്ല. അവരെന്ത് ചെയ്യുമെന്നറിയോ? തന്നെത്താനെ മോണയിൽ ചുരണ്ടി മുറിവ് ഉണ്ടാക്കിയിട്ട് അവിടെ കാവൽക്കാരെയൊക്കെ കടിക്കും. അപ്പൊ ഈ ജയിലിലെ കാവൽക്കാരും പോലീസുകാരും ഒക്കെ ഈ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ പോലെ ഒരു ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു ഘട്ടമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവനെ അടിച്ചു പരത്തുകയാണ് വേണ്ടത്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഇത്തവണത്തെ ഈ എയ്ഡ്സിന്റെ ഒരു തീം തന്നെ ലെറ്റ് കമ്മ്യൂണിറ്റി ലീഡ് എന്നാണ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ എയ്ഡ്സ് രോഗികളെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, എങ്ങനെ സമൂഹത്തിനോട് ഒറ്റപ്പെടാതെ നോക്കാം, ഇതിലൊക്കെയാണ് ശ്രദ്ധ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്. കമ്മ്യൂണിറ്റി അത് ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. കാരണം ഈ ക്രിമിനൽസ് നോർമലായ ആളുകളെ അങ്ങനെ മനഃപൂർവ്വം രോഗം വരുത്തിക്കാൻ വേണ്ടി കടിക്കാൻ പാടില്ല. അപ്പൊ അതിന് ശിക്ഷയാണെങ്കിലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൊസൈറ്റി തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാതെ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്ന് പറഞ്ഞൊരു തീം വെച്ചിട്ട് കാര്യമുണ്ട്. പിന്നെ ഈ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പകരുമോ? ഒരു എയ്ഡ്സ് രോഗി ഒരു ടോയ്ലറ്റ് ഇരുന്നു അതിൽ, കാരണം നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് മുമ്പേ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ ആരാ ചെന്നിരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വരുമോ? ശരിക്കും അങ്ങനെ വരുന്നതായിട്ട് ഇതുവരെ ഒരു തെളിവുമില്ല. എഗെയിൻ നമ്മൾ ചുറ്റും നോക്കിയിട്ട് എന്താണ് എന്ന് തീരുമാനിക്കുക. അതായത് ഇപ്പോൾ ഒരു യൂറോപ്പിലെല്ലാം എല്ലാ സ്ഥലത്തും ഇരിക്കുന്ന കക്കൂസാണല്ലോ, ഇരിക്കുന്ന കമ്മോഡാണല്ലോ. അപ്പോൾ ഇങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് പകരാമെങ്കിൽ യൂറോപ്പില് എയ്ഡ്സിന്റെ ഒരു ബഹളം തന്നെ വരാനുള്ള സമയം എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ടോയ്ലറ്റ് സീറ്റിൽ നിന്നും വരുന്നില്ല. ചുരുക്കി പറഞ്ഞാല് ഈ HIV അണു വളരെ ഒരു ഫ്രജൈലാണ്. അത് ശരീരത്തിന് വെളിയിൽ ഇറങ്ങിയാൽ അപ്പ ചത്തതാണ്. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചത്തു. വെറ്റായിരുന്നാൽ തന്നെയും എയറുമായിട്ടും സൂര്യപ്രകാശവുമായിട്ടും കോണ്ടാക്ട് വരുമ്പോൾ അതങ്ങ് ചത്തു. പിന്നെ ഞാൻ നേരത്തെ
സിറിഞ്ച് പറഞ്ഞല്ലോ, ഈ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവര് സിറിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ വരും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി രക്തം ഇരുന്നാലും അതിന് എയറുമായിട്ടും ഒന്നും സമ്പർക്കമില്ല, ഡ്രൈ ആവുന്നുമില്ല. അപ്പൊ അതിനകത്ത് അണുവുണ്ടാവും. പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിലാണ് ഏറ്റവും അധികം അണുക്കൾ ഉള്ളത്. അപ്പൊ ആ സിറിഞ്ച് ഉപയോഗിക്കുന്നത് ഡേഞ്ചറസ്. അതെന്തായാലും അസുഖം കിട്ടാൻ സാധ്യത. ലൈംഗിക സ്രവങ്ങൾ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വരുമോ? ശരിക്കും പറഞ്ഞാൽ തൊലിപ്പുറത്ത് മുറിവോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഉണങ്ങാത്ത മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ വരില്ല. കാരണം സ്കിന്ന് തുളച്ചു കയറി പോകത്തക്ക ശക്തിയൊന്നും ഉള്ളവരാണോ അല്ല ഈ HIV. അതേസമയം ഈ സ്കിന്ന് പോലെയല്ല നമ്മുടെ ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും, ഇതാണ്ട് ഈ ചുണ്ടിന്റെ അകത്തുള്ള തൊലിയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ജനനേന്ദ്രിയത്തിലെ തൊലി, അതൊക്കെ വളരെ മൃദുവാണ്, അതിലൂടെ കയറാൻ സാധിക്കും. പക്ഷേ സാധാരണ തൊലിയിൽ കൂടെ കയറാൻ സാധ്യതയില്ല. പിന്നൊരു ചോദ്യം, ഒരാളിന് മനഃപൂർവ്വം എയ്ഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹാരത്തിലോ വെള്ളത്തിലോ കലർത്തി കൊടുത്താൽ വരും? അതും തീർച്ചയായിട്ടും ഇല്ല. കാരണം അങ്ങനെ വെള്ളത്തിൽ കൂടെയും ഒക്കെ പകരുമെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇതൊരു ഒരു ഒരു പാൻഡമിക് ആയിട്ട് പകരേണ്ട ഒരു അസുഖമാണല്ലോ. ഈ കോവിഡിന് വന്നതുപോലെ അങ്ങനെ വരേണ്ടതാണല്ലോ ഇത്. പക്ഷെ അങ്ങനെ പകരില്ല ഇത്. ഇത് നമ്മൾ മെനക്കെട്ട് ചെന്ന് ആ അസുഖം വാങ്ങിച്ചെങ്കിൽ മാത്രം വരുന്ന ഒരു അസുഖം. അപ്പൊ അതുകൊണ്ട് ഈ ചില ആളുകൾ ഈ അസുഖം ബാധിച്ചിട്ട് പറയും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറ്റിച്ച് വെള്ളത്തിൽ കൂടെ തന്നതായിരിക്കും, ചുമ്മാ നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ്. അയാൾക്ക് സെക്ഷുവലായിട്ടോ ബ്ലഡിൽ കൂടെയോ അല്ലെങ്കിൽ സിറിഞ്ചിൽ കൂടെയോ കിട്ടിയത് തന്നെയാണ്, അത് ഒളിച്ചു വെക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു. ഇപ്പൊ ഇനി നമുക്ക് ടെസ്റ്റിങ്ങിന്റെ കാര്യം എടുക്കാം. കുട്ടികളിങ്ങനെ വന്ന് പറയും ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി ടെസ്റ്റ് ചെയ്യണം. ഈ അബദ്ധം എന്തുകൊണ്ട് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവസരങ്ങളിൽ നല്ല ബോധത്തിലല്ല കുട്ടികൾ. അവര് ഈ പറഞ്ഞ മാതിരി അതിപ്പോ മദ്യമാവാം, പല മയക്കുമരുന്നുകളാവാം, കഞ്ചാവാവാം. അപ്പൊ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ സർക്കാർ തന്നെ മദ്യവില്പനക്കാരനാണ്. അപ്പൊ പിന്നെ നമുക്ക് കുട്ടികളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? സർക്കാർ വിതരണം ചെയ്യുന്ന ഒരു സാധനം വാങ്ങിച്ച് കുടിക്കരുതെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? കുട്ടികൾ കുടിക്കും. അപ്പോ പിറ്റേ ദിവസം ബോധമൊക്കെ വരുമ്പോഴാണ് ബോധോദയം വരുന്നത്, ഇതിൽ ഇച്ചിരി ഡേഞ്ചർ ഉണ്ട്, ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ സർക്കാർ മേഖലയിൽ നമ്മൾ ടെസ്റ്റിംഗ് സൗജന്യമാണ്. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആന്റിബോഡി എന്ന് പറയും. അതായത് ഈ HIV അണുവിനെതിരായിട്ട് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ചില ഘടകങ്ങളെ കണ്ടെത്തുകയാണ് നമ്മുടെ ടെസ്റ്റ്. അപ്പോൾ HIV അണു നമ്മുടെ ശരീരത്തിൽ കയറണം, നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, എങ്കിലേ ടെസ്റ്റ് പോസിറ്റീവ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നലെ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഈ ടെസ്റ്റ് പോസിറ്റീവ് ആകാനായിട്ട് 6 ആഴ്ച എടുക്കാം, 8 ആഴ്ച എടുക്കാം, 12 ആഴ്ച എടുക്കാം. അതുകൊണ്ട് ഒരു സെക്ഷൽ എക്സ്പോഷർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, പോസിറ്റീവ് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ രോഗം മറ്റൊരാളിന് കൊടുക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഒരു ടെസ്റ്റും ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉദാഹരണമായിട്ട് വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വൈറസിന്റെ RNA പരിശോധിച്ച് നോക്കാം. നമ്മൾ ഈ കോവിഡിനൊക്കെ നമ്മൾ PCR എന്ന് കേട്ടിട്ടില്ലേ, അതേമാതിരിയുള്ള ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ആന്റിജൻ, അതായത് ഈ വൈറസിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഘടകമാണ് ഈ ആന്റിജൻ, അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ കുറച്ചുകൂടി നേരത്തെ പോസിറ്റീവാണ്. പക്ഷേ ആ ടെസ്റ്റുകൾ സർക്കാർ ചെലവിൽ സൗജന്യമായിട്ട് ചെയ്യില്ല. അത് ചെയ്യുന്ന പ്രത്യേക സ്ഥലങ്ങളിലേക്ക് അയച്ച് നമ്മൾ സ്വന്തം ചെലവിൽ ചെയ്യണം. അപ്പൊ ഇതിലൊന്നും പ്രധാനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിങ്ങിനെക്കാളും നേരത്തെ ചികിത്സ തുടങ്ങണം. ഞാനത് ചികിത്സ വരുമ്പം പറയാം. അപ്പൊ ടെസ്റ്റിങ് ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെ. ടെസ്റ്റിങ്ങിന് ചെല്ലേണ്ട എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിലും ജ്യോതിസ് എന്നും സ്നേഹ എന്നും, അത് രണ്ടും ഒന്ന് തന്നെ. വലിയ ആളുകൾക്കുള്ളതിന് ജ്യോതിസ് എന്ന് പറയും, കുട്ടികൾക്കുള്ളതിന് സ്നേഹ എന്ന് പറയും. അപ്പൊ അവിടെ ആദ്യം ഈ അസുഖത്തെ പറ്റി കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു തരും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും ചെന്ന് ഇതേ പ്രവർത്തനങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്റർ എന്നാണ് പറയുന്നത്. കൗൺസിൽ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തരും. ഈ ടെസ്റ്റ് ചെയ്യുന്നതും റിസൾട്ടും എല്ലാം പരമരഹസ്യമായിരിക്കും, ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പോയി ചെയ്യാം. പക്ഷേ
ചെയ്യുന്നതിനേക്കാളും പ്രധാനം അസുഖം വരാതിരിക്കാനുള്ള ചികിത്സയാണ്. അതിനെപ്പറ്റി ഞാൻ ചികിത്സയുടെ ഭാഗം എത്തുമ്പം പറയാം. ഇനി ചികിത്സയെ പറ്റി പറയാം. ആദ്യമായിട്ട് ഈ HIV എന്നുള്ളത് നമ്മുടെ കോശങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പേടിക്കണ്ട. ഉദാഹരണമായിട്ട് ഡയബറ്റിസ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സുഖമായിട്ട് കൺട്രോൾഡ് ആയിട്ട് ജീവിക്കുന്നില്ലേ. ബ്ലഡ് പ്രഷർ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ മരുന്ന് കഴിച്ച് നമ്മൾ സുഖമായിട്ട് കഴിയുന്നില്ലേ. അതേപോലെ ഇതിനും മരുന്ന് കഴിച്ച് നമുക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റും. അതായത് HIV ബാധിച്ചു കഴിഞ്ഞാലും മരുന്ന് കൃത്യമായിട്ട് കഴിച്ചാൽ നമുക്ക് ആരോഗ്യവാനായിട്ട് കഴിയാൻ പറ്റും. മരുന്ന് നിർത്തിയാൽ അസുഖം തിരികെ വരും. അത് മരുന്ന് നിർത്തിയാൽ ഡയബറ്റീസ് തിരികെ വരും, മരുന്ന് നിർത്തിയാൽ പ്രഷർ തിരികെ വരും. അതുപോലെ ഇതിനും മരുന്ന് നിർത്തിയാൽ അസുഖം തിരികെ വരും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ HIV എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ്. അവൻ നമ്മുടെ കോശങ്ങൾക്കകത്ത് കയറിയിട്ട് ആ കോശത്തിന്റെ ഊർജവും മെഷീനും എല്ലാം ഉപയോഗിച്ച് അതിന് വേണ്ട പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഇത് കയറുന്ന കോശങ്ങൾ നമ്മുടെ പ്രതിരോധ അണുക്കളാണ്. ആ പ്രതിരോധ അണുക്കൾ നമുക്ക് വരുന്ന അസുഖത്തിനെ പ്രതിരോധിക്കേണ്ട അണുക്കളാണ്. അതിന് പകരം അവനെ കൊണ്ട് വേറെ ജോലി ചെയ്യിച്ചുകൊണ്ടേ. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രതിരോധ ഘടകങ്ങളും കൂടെ ചത്തു. എങ്കിൽ മാത്രമേ ആ വൈറസ് ചാവൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വൈറസിന്റെ RNA DNA ആയിട്ട് മാറി നമ്മുടെ കോശത്തിന്റെ DNAക്ക് അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് വെളിയിലെടുക്കാൻ യാതൊരു മാർഗവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ സാധാരണ ഈ ഒരു ടെററിസ്റ്റിനെ പോലെയുള്ള ആക്ഷനാണ്. അപ്പൊ അത് നമ്മൾ HIV വൈറസിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ആ വൈറസ് ചെയ്യുന്നത് ശരിയാണ്. ഈ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് പോലെ ചിന്തിച്ചാൽ ഈ HIV നമ്മുടെ കോശങ്ങൾക്ക് വെളിയിൽ, നമ്മുടെ ശരീരത്തിന് വെളിയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അതിന് ജീവിക്കാൻ ഒരു സ്ഥലം വേണ്ടേ, അതിന് താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ. അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നു, അത് നമ്മളെ ഉപദ്രവിക്കുന്നു. അതിനാവശ്യമുള്ള സംഗതികൾ നമ്മുടെ കോശത്തിൽ നിന്ന് എടുക്കുന്നു, അതിന്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. അല്ലാതെ നമ്മളെ അവൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ന്യായീകരണം പറയാം HIV-ക്ക്. പക്ഷെ നമുക്കെന്താണ്? നമ്മുടെ ജീവിതമാണ്. കാരണം നമ്മുടെ പ്രതിരോധ അണുക്കൾ മുഴുവൻ ഈ HIV ബാധിച്ചു കഴിഞ്ഞാൽ നിഷ്ക്രിയമാവും. അപ്പോൾ ഏത് രോഗത്തിനും നമ്മളെ കൊല്ലാൻ സാധിക്കും. അപ്പോൾ അവന്റെ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് HIV ചെയ്യുന്ന ഒരു പാവ അണുവാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ടെററിസ്റ്റിനെ നമ്മൾ വെറുതെ വിട്ടാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ ഇവിടെ സംഭവിക്കും. അവൻ നമ്മളെ അൾട്ടിമേറ്റ്ലി കൊല്ലും. അതുകൊണ്ട് നമ്മൾ ടെററിസ്റ്റിനോട് എടുക്കുന്ന അതേ നിലപാട് തന്നെ ഇവനോടും എടുക്കണം. ഇവനെ കൊന്നിരിക്കണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോശത്തിനകത്തിരിക്കുമ്പോൾ കൊല്ലാൻ ശ്രമിച്ചാൽ കോശവും ചത്തു. അപ്പൊ ഇവനിങ്ങനെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വെളിയിലോട്ടൊക്കെ വിട്ടുകൊണ്ടിരിക്കും. എല്ലാത്തിനെയും വെളിയിലിറങ്ങുന്നതും കോശത്തിന് വെളിയിറങ്ങാൻ കൊന്നിരിക്കണം. അപ്പൊ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. അത് തന്നെ പല സ്റ്റേജുകളിൽ കൊല്ലത്തക്ക മരുന്നുകൾ കഴിക്കണം. കാരണം ഇപ്പൊ ഉദാഹരണമായിട്ട് കുഞ്ഞുങ്ങളെ വിട്ടുപോയെങ്കിൽ കുഞ്ഞുങ്ങൾ വലിയ അണുവാകുന്നതിനിടയിലുള്ള സ്റ്റെപ്പിൽ വെച്ച് കൊല്ലാം. അങ്ങനെ പല സ്റ്റേജുകളുണ്ട്. അവിടെ വെച്ച് നമ്മൾ കൊന്നിരിക്കണം. അപ്പൊ ഈ അസുഖം ഭേദമാവില്ല എന്ന് ഞാൻ പറഞ്ഞു, മരുന്ന് നിർത്താനേ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ എന്തിനാണ് ഈ ചികിത്സിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ HIV ബാധിതൻ എയ്ഡ്സ് രോഗിയാവില്ല. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞില്ലേ, HIV എന്ന് പറയുന്നത് HIV അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിയതാണ്. എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് രോഗമാണ്. അപ്പൊ HIV അണു കയറി, പക്ഷേ എയ്ഡ്സ് രോഗി അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, 3 മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കോശത്തിന്റെ DNA ഒളിച്ചിരിക്കുന്ന അണു ഒഴിച്ച് ബാക്കിയെല്ലാം ചത്തു. അപ്പോ നമ്മുടെ രക്തത്തിൽ തീരെ അണുക്കൾ ഉണ്ടാവില്ല. അപ്പോൾ HIV ബാധിതനാണെങ്കിൽ പോലും ഇവൻ വേറൊരാളിന് രോഗം പരത്താനുള്ള സാധ്യത ഇല്ലാണ്ടാവും. അതൊരു വലിയ കാര്യമല്ലേ. പിന്നെ സാധാരണ ചോദിക്കാറുള്ളത്, ഈ HIV ബാധിച്ചാൽ എത്ര നാൾ ജീവിച്ചിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, HIV ബാധിച്ച ആളിന് എയ്ഡ്സ് ആവാനായിട്ട് 2 മുതൽ 20 വർഷം വരെ എടുക്കാം. ഈ 2 എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയേക്കാണ്. വലിയ ആൾക്കാർക്ക് സാധാരണ 10 മുതൽ 20 വർഷം വരെ എടുക്കാം.
അത് ഒരു കാര്യം. ഇനി എയ്ഡ്സ് ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മരണപ്പെടും. കുറച്ച് വർഷങ്ങളെ പിന്നെ ജീവിച്ചിരിക്കാൻ സാധ്യത. അപ്പോൾ HIV ബാധിച്ചു പക്ഷേ എയ്ഡ്സ് ആയിട്ടില്ല എങ്കിൽ കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, രോഗാണു പോലും രക്തത്തിലില്ലാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ സാധാരണ ഒരാൾ ജീവിക്കുന്ന എത്ര നാളാണോ അത്രയും നാൾ തന്നെ ഇവർക്കും ജീവിക്കാൻ പറ്റും. ചില ഈ HIV ബാധിതര് ശരിക്കും സാധാരണ ആളുകളെക്കാളും കൂടുതൽ ജീവിക്കുന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം എല്ലാ വർഷവും അല്ലെങ്കിൽ നിശ്ചിത കാലയളവിൽ ടെസ്റ്റുകൾ ചെയ്യും. ഉദാഹരണമായിട്ട് 60 വയസ്സ് കഴിഞ്ഞ് കുറേ ടെസ്റ്റുകൾ ചെയ്യണം എന്നാണ് വൈപ്പ്. പക്ഷെ ഞാൻ ഈ 64 വയസ്സായിട്ടും പല ടെസ്റ്റുകളും ചെയ്തിട്ടില്ല. ഞാൻ വലിയ ആരോഗ്യവാനാണെന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ മറ്റേതിൽ അങ്ങനെയല്ല, അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന അസുഖങ്ങൾ കണ്ടെത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ HIV ബാധിതന്റെ ജീവിത കാലഘട്ടം സാധാരണ ജനങ്ങളോടൊപ്പം ഉണ്ട്. വേണമെങ്കിൽ അതിനെക്കാളുമെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ പോലെ എയ്ഡ്സ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം എന്നുള്ള ആ ഒരു രീതി ഇപ്പൊ ഇല്ല. എയ്ഡ്സ് ബാധിച്ചാലല്ല, HIV ബാധിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് ആവുകയും മരണപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു രീതി ഇപ്പൊ ഇല്ല. ഇനി അമ്മയ്ക്ക് HIV അസുഖം ഉണ്ടെങ്കിൽ കുഞ്ഞിന് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എന്നാണോ HIV കണ്ടെത്തുന്നത് അന്ന് മുതൽ അമ്മയെ ചികിത്സിക്കണം. പ്രസവിച്ചാൽ ഉടനെ കുഞ്ഞിന് ചികിത്സ തുടങ്ങണം. 6 ആഴ്ച വരെ ഒരു മരുന്ന് കുഞ്ഞിനും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന് അസുഖം വരാനുള്ള സാധ്യത 1% അതിൽ കുറവോ ആയിട്ട് പ്രഖ്യാപിക്കും. അമ്മയുടെ പ്രസവത്തിനടുപ്പിച്ച് അമ്മയുടെ ഈ HIV രോഗാണുക്കളുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റും. അത് ആയിരക്കണക്കിനുണ്ടെങ്കിൽ കുഞ്ഞിന് ഒന്നിന് പകരം 2 മരുന്ന് കൊടുക്കാം. 2 മരുന്ന് കൊടുത്ത് ഈ 6 ആഴ്ച എന്നുള്ളത് വേണമെങ്കിൽ 10-12 ആഴ്ചയിലോട്ട് നീട്ടുകയും ചെയ്യാം. പക്ഷെ എന്നാലും നമുക്ക് രോഗം തടയാൻ സാധിക്കും. അതായത് 1% താഴെ മാത്രമേ രോഗം വരാനുള്ള സാധ്യത മരുന്ന് കഴിച്ച കുട്ടിക്കും അമ്മയുമാണെങ്കിൽ, അമ്മയും മരുന്ന് കഴിച്ചിരിക്കണം, കുട്ടിയും മരുന്ന് കഴിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1% ഒന്നും റിസ്ക് ഇല്ല. പിന്നെ മുലപ്പാലില് കുറച്ച് അണുക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുലപ്പാല് കുടിക്കുന്ന കുട്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് വരാൻ സാധ്യതയില്ല. അമ്മയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് മുലപ്പാലിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മുലപ്പാല് കൊടുത്തു കഴിഞ്ഞാലും പകരാനുള്ള സാധ്യത ഈ 1% എന്നുള്ളത് ചിലപ്പോൾ 2% ആയെന്ന് വരും. അതിൽ കൂടുതൽ റിസ്ക് ഉണ്ട്. അപ്പൊ മുലപ്പാലിന് പകരം മറ്റു പാല് കൊടുക്കാൻ ഒരു സാധ്യതയുള്ള പൈസയുള്ള ആളാണെങ്കിൽ ആ രീതിയിലും നമുക്ക് ആലോചിക്കാം. ഇനി ചികിത്സയ്ക്ക് എവിടെ പോകും? നമ്മൾ നേരത്തെ പറഞ്ഞ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് പിറ്റേന്ന് പിള്ളേർ വരും. ഈ ഉഷസ് എന്നും പറഞ്ഞിട്ട് സർക്കാർ ആശുപത്രികളിൽ ഇതിന്റെ മരുന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിൽ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉഷസിലോട്ട് പറഞ്ഞു. അതേസമയം ഒരു അബദ്ധം പറ്റി വരിക അല്ലെങ്കിൽ ഒരു റേപ്പ് കഴിഞ്ഞ് വരിക, അവർ നേരെ ആശുപത്രിയിൽ ചെല്ലുകയും ഉടനെ ഉഷസിൽ നിന്ന് ഈ മരുന്ന് എത്തിക്കുകയും ചെയ്യും. അതായത് ഒരു HIV അണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ 2 മണിക്കൂറിനകം മരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ പലപ്പോഴും അത് പറ്റില്ല. എങ്കിലും ഒരു 72 മണിക്കൂറിനകം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും അസുഖത്തിനെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പൊ ഈ 2 മണിക്കൂറിനകം എന്ന് പറഞ്ഞത് ഇപ്പൊ ഉദാഹരണമായിട്ട് മെഡിക്കൽ ആൾക്കാർക്ക് സാധിക്കും. കാരണം നമ്മൾ ഒരു എയ്ഡ്സ് രോഗിയിൽ ഉപയോഗിച്ച ഒരു സിറിഞ്ച് അബദ്ധത്തിൽ ആ സൂചി നമുക്ക് കുത്തിക്കയറിയാൽ നമുക്ക് ഓടിച്ചെന്ന് മരുന്ന് കഴിക്കാം. അപ്പൊ അത് 2 മണിക്കൂറിനകം നമുക്ക് സാധ്യമാണ്. പക്ഷെ റേപ്പ് പോലുള്ള കാര്യങ്ങളിൽ 2 മണിക്കൂർ പലപ്പോഴും സാധ്യമല്ല. അതുകൂടാതെ ഈ റേപ്പിൽ വരുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് വെളിയിൽ പറയണോ വേണ്ടയോ തീരുമാനിക്കാൻ ഒരു 4-5 ദിവസം എടുക്കും. പിന്നെ നമ്മുടെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിൽ പറയണോ വേണ്ടയോ തീരുമാനിക്കാൻ അത് 1-2 ദിവസം എടുക്കും. ഈ ദിവസങ്ങളിലൊന്നും ഇത് ആശുപത്രി വരണം എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആശുപത്രി വരിക. ആശുപത്രി വരുന്നത് ഇത് പോലീസിന് കൊടുക്കാനുള്ള തെളിവ് ശേഖരിക്കാൻ മാത്രമല്ല. അതും ഒരു കാര്യമാണ്, പക്ഷെ അത് മാത്രമല്ല. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഗുളിക കഴിച്ചിരിക്കണം. അപ്പൊ അത് പലപ്പോഴും ഒരു കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ പോയി
അപ്പൊ അങ്ങോട്ട് പോയി അവിടെ ഗുളിക എന്ന് പറഞ്ഞ ആ സെന്ററിൽ വിട്ടു ഈ സെന്ററിൽ വിട്ടു എന്നൊക്കെ കംപ്ലൈന്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ ശരിക്കും പറഞ്ഞാല് ഈ ഗുളിക കൃത്യമായിട്ട് അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടാവും. ഏത് അർദ്ധരാത്രി വന്നാലും കൊടുക്കത്തക്ക രീതിയിൽ വെച്ചേക്കണം എന്നാണ് നിയമം, അങ്ങനെ തന്നെ വെച്ചിരിക്കും. പക്ഷെ അത് അവിടെ ഇരിക്കുന്നു എന്ന് നമ്മുടെ അവിടെയുള്ള ഡോക്ടർക്കോ നഴ്സിനോ അറിയണം. അപ്പോൾ പലപ്പോഴും ഒരു പരാതി വരുന്നത് ഡോക്ടർക്ക് മരുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാന്ന്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടർക്ക് മാത്രമേ ഇത് എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിവരം ഉണ്ടാവും. ഇപ്പൊ സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെലവ് ചുരുക്കിന്റെ ഭാഗമായിട്ട് ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയ ശമ്പളം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഈ പഠിച്ചിറങ്ങിയ MBBS-ഉം MD-യും ഒക്കെ പഠിച്ചിറങ്ങിയ കുട്ടികളെ നിർബന്ധിതമായിട്ട് 1 വർഷം സേവനം എന്ന് പറഞ്ഞിട്ട് സീനിയർ റെസിഡൻസി എന്ന് പറഞ്ഞു വെക്കും. അപ്പൊ അവര് ഒരു ടെമ്പററി ആൾക്കാരാണ്, അവർക്ക് പലപ്പോഴും അറിഞ്ഞുകൂടായിരിക്കും ഇതൊക്കെ എവിടെ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പരാതി പലപ്പോഴും വരുന്നത്. ഇത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള പ്രവർത്തനം ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ റേപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പലപ്പോഴും ടെസ്റ്റ് റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞ് മരുന്ന് കഴിക്കണമെന്ന് തീരുമാനിക്കാം, അതൊരു അബദ്ധം. 2, നമ്മുടെ ഈ നമ്മളെ ഉപദ്രവിച്ച ആളിനെ പിടികിട്ടിട്ട് അവനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, അവന് കുഴപ്പമില്ലേ പിന്നെ ഗുളിക കഴിക്കണ്ടല്ലോ, അതും തെറ്റ്. കാരണം 1, അവനെ പിടികിട്ടുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. 2, അവനെ പിടികിട്ടിയാൽ തന്നെ അവന് ഈ അടുത്ത കാലത്താണ് രോഗം പകർന്നിട്ടുള്ളതെങ്കിൽ അവന്റെ ടെസ്റ്റ് പോസിറ്റീവ് ആവില്ല. ഞാൻ നേരത്തെ അത് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് അസുഖം ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങ് മരുന്ന് കഴിച്ചു തുടങ്ങുക. 28 ദിവസമാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്. അതിനിടയിൽ നമുക്ക് മറ്റതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. അവനെ പിടിക്കപ്പെടും, അവന് അസുഖം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം, അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ ഏറ്റവും ആദ്യം മരുന്ന് കഴിച്ചു തുടങ്ങണം. അതിന് ആശുപത്രിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇതൊക്കെ എൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു വിദ്വാൻ ചോദിച്ചു, അങ്ങനെ ഇതിപ്പോ HIV അണുബാധ ഉണ്ടായാൽ തന്നെയും 72 മണിക്കൂറിനകം ചികിത്സിച്ചാൽ നമുക്ക് HIV പ്രിവെന്റ് ചെയ്യാമല്ലോ, അസുഖം വരാതെ നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചുകൊണ്ട് ഈ സെക്ഷൽ എൻകൗണ്ടറിന് പോയാലോ? സംഗതി ശരിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ട് പോയാൽ വേണമെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പ്രിവെൻഷൻ എന്നൊക്കെ പറയുന്നത് ഒരു 100% അല്ല. അത് ഒരു കാര്യം. അതിനേക്കാളും പ്രധാനം ഈ ഡെയിലി ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അത് പിന്നെ ഈ മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മരുന്നുകളും അല്ല. പല മരുന്നുകൾക്കും സൈഡ് ഇഫക്റ്റ് വരാം. അപ്പൊ നമുക്ക് മരുന്ന് മാറ്റേണ്ടി വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഈ പറഞ്ഞ മാതിരി മരുന്ന് കഴിച്ചിട്ട് നമുക്കൊരു സെക്ഷൽ എൻകൗണ്ടറിന് പോകാം എന്ന് വിചാരിക്കുന്ന ഒരു അബദ്ധമാണ്. അത് തിയറിറ്റിക്കലി സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അതൊരു അബദ്ധമായ ഒരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതിനേക്കാളും സാധാരണ ഈ കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് പോകുന്നവരോട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് കോണ്ടം ഉപയോഗിക്കാനാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ സെക്ഷൽ സെക്രീഷൻസുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലെങ്കിൽ HIV വരില്ല. HIV ഈ പറഞ്ഞ മാതിരി നമ്മുടെ ശരീരത്തിൽ ഓടി കയറുന്നതല്ല, നമ്മൾ ചെന്ന് വാങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോണ്ടം ഉപയോഗിക്കുകയും കോണ്ടത്തിന് ലീക്ക് ഇല്ല എന്ന് ആണ് സങ്കല്പമെങ്കിൽ തീർച്ചയായിട്ടും രോഗം വരില്ല. ഇൻഫാക്ട് പല വെസ്റ്റേൺ കൺട്രീസിലും ഈ കമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സിന്റെ വിസിനിറ്റീസിൽ കോണ്ടം ഡിസ്പെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. കാരണം ഈ പോയി വാങ്ങാനുള്ള മടി ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കോണ്ടം ഡിസ്പെൻസേഴ്സ് ഇന്ന് കോണ്ടം എടുത്തിട്ട് പോട്ടെ എന്നുള്ള മതി. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്ഷൽ എൻകൗണ്ടർ കഴിഞ്ഞ് നമ്മൾ ആശുപത്രിയിൽ പോയി ഗുളിക കഴിച്ചു. ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് രോഗം പകർന്നിട്ടില്ല എന്ന് തീർച്ചയാക്കാം? ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് തീർച്ചയാക്കാം. എങ്കിലും 6 മാസം കഴിഞ്ഞുള്ള ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം രോഗം പകർന്നിട്ടില്ല. പക്ഷെ ഈ 6 മാസവും മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 72 മണിക്കൂറിനകം നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ 1 മാസം കൊണ്ട് മരുന്ന് നിർത്താം. നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി പിന്നീട് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HIV ബാധിച്ചു കഴിഞ്ഞാലാണ്. അല്ലാതെ നമുക്കൊരു സെക്ഷൽ എൻകൗണ്ടർ കഴിഞ്ഞു, ആദ്യത്തെ ഒരു 72 മണിക്കൂറിനകം തന്നെ പറ്റുമെങ്കിൽ 2 മണിക്കൂറിനകം തന്നെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവർക്ക് 28 ദിവസം കഴിഞ്ഞ് മരുന്ന് നിർത്താൻ പറ്റും. അതിന് ജീവിതകാലം മുഴുവൻ മരുന്നിന്റെ ആവശ്യമില്ല. പിന്നെ 2 കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ നമ്മൾ മാരി ചെയ്ത് കഴിഞ്ഞ് 2 കേസുകൾ എനിക്കറിയാം. എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടതാണ്. അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടിയെ പ്രസവിക്കാൻ വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ HIV ഉണ്ട്. അതെവിടെ നിന്ന് കിട്ടിയെന്ന് ഒരു പിടിയുമില്ല. ഭർത്താവ് ഒരു കേസിൽ പോയി ആത്മഹത്യ ചെയ്തു. മറ്റേ കേസിൽ പുള്ളി എന്താ പറയുക, അവിടെ ടെസ്റ്റ് ചെയ്യാൻ വരാതെ കാണപ്പെടാതായി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ഇത്തവണത്തെ തീം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്നാണ്. ഈ ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് ബാധിതനെ തോളി കൈയിട്ടുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല. അതും ഒരു സംഭവം തന്നെ, അവരെ മെയിൻ സ്ട്രീം ചെയ്യുന്നത് ഒരു സംഭവം തന്നെ. പക്ഷെ അതല്ല പ്രധാന കാര്യം. ഇതിൽ ഈ പറഞ്ഞത് ഇപ്പൊ മാരേജിന് മുമ്പ് ഒരു ടെസ്റ്റ് ചെയ്യണം എന്ന് നമുക്കൊരു സൊസൈറ്റിക്ക് ഡിസൈഡ് ചെയ്തുകൂടെ? അതെങ്ങനെയെന്നൊക്കെ വിചാരിക്കും. ഈ സ്ത്രീധനം എന്നും പറഞ്ഞ് ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കാനൊന്നും ഒരു ഉളുപ്പുമില്ലല്ലോ. പിന്നെ ഇതിൽ മാത്രം എന്താണ് ഇത്ര വലിയൊരു ഇൻഹിബിഷൻ? അപ്പോൾ ഇത് ഇപ്പം ഉദാഹരണമായിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ കമ്മ്യൂണിറ്റി ഇതിൽ ഇന്റർവീൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അല്ലാതെ ഒരു പാവപ്പെട്ട പെൺകൊച്ചിന് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് അയാൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവർക്ക് അറിയാൻ പറ്റൂല. ഈ കല്യാണം എന്നുള്ളത് സൊസൈറ്റിയുടെ ആവശ്യമാണ്. ആ സൊസൈറ്റിയുടെ ആവശ്യമായതുകൊണ്ട് തന്നെ അത് സേഫ് ആക്കേണ്ടത് സൊസൈറ്റിയുടെ ചുമതലയാണ്. കുട്ടികളെ ഈ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നത് അത് ഒരു പരിഷ്കൃത സമൂഹത്തിനും യോജിച്ചതല്ല. അപ്പൊ അത് കമ്മ്യൂണിറ്റി ഇന്റർവീൻ ചെയ്യണം, എങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരമാവുള്ളൂ. ഉദാഹരണമായിട്ട് ലൈംഗിക ചൂഷണം ചെയ്ത ആള് നമ്മുടെ സ്വന്തക്കാരനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണ് എന്ന് വെച്ചിട്ട് അയാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആവശ്യത്തിന് തെളിവ് ശേഖരിക്കാതിരിക്കുക, ആവശ്യത്തിന് ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കോടതിയിൽ നിന്നും കുറ്റവാളിയെ വെറുതെ വിടും. ഈ വെറുതെ വിട്ട കുറ്റവാളി ഇനി ഏത് കോടതിയിൽ പോയാലും, സുപ്രീം കോടതിയിൽ പോയാലും ശിക്ഷിക്കപ്പെടില്ല. കാരണം ശിക്ഷ നിശ്ചയിക്കാൻ വേണ്ട തെളിവുകൾ ഇതിനകത്തില്ല. അപ്പൊ ഈ സംഭവം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ്. ഇത് മാറിയേ മതിയാവുള്ളൂ. അപ്പോൾ അത് കമ്മ്യൂണിറ്റി തന്നെ അത് ഇന്റർവീൻ ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ ഒരു എന്താ പറയുക, ഒരു ഉറക്കത്തിലാണ്. ഇവിടെ എന്തൊക്കെ നടന്നാലും സമൂഹത്തിന് അതിൽ ഇടപെടാൻ, നമ്മുടെ കാര്യം അല്ലെങ്കിൽ ഇടപെടാൻ യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഒരു പക്ഷേ ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഒരുത്തൻ രക്ഷപ്പെട്ടു പോയാൽ പോലും അവനെ സമൂഹം ഒറ്റപ്പെടുത്തണം. സമൂഹത്തിന്റെ ഫങ്ഷൻസിൽ വരുമ്പോഴും അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങുകളിൽ ഒന്നും ഇവനെ അപ്പോഴേ ഒരു ഔട്ട്ലാസ് എന്നുള്ള പോലെ ഔട്ട് ക്ലാസ് ആക്കി മാറ്റി നിർത്തണം. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു പാഠമാവും. നമ്മൾ അത് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൺ തിങ്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കുട്ടികളുടെ ചൂഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവർ മാത്രമെന്നല്ല ഞാൻ ഈ പറയുന്നത്, അവരും അത് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ നിന്ന് തൊഴിലെടുക്കാനായിട്ട് ഗൾഫിൽ പോണവരൊന്നും ഇത് ചെയ്യുന്നില്ലല്ലോ. അവിടെ ഇഷ്ടം പോലെ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അല്ലാതെ അവരെ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തി, വോട്ടർ കാർഡിൽ ഉൾപ്പെടുത്തി, അതിഥി എന്ന് വിളിച്ച് അതൊന്നും അവർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ഇവരെ അനാവശ്യമായിട്ട് പാമ്പർ ചെയ്ത് കുറ്റകൃത്യം ചെയ്താലും രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതും നമ്മൾ ഒഴിവാക്കിയേ പറ്റും. അവിടെയും കമ്മ്യൂണിറ്റി തന്നെ ഇടപെടണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ഭയം എപ്പോഴും ഉണ്ട്. അതായത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർക്ക് കിട്ടുന്ന ഒരു ഇളവ് പോലും ഇവർക്ക് കിട്ടൂല. ഇവരാണ് ശിക്ഷിക്കപ്പെടാൻ കൂടുതൽ സാധ്യത. അതുകൊണ്ട് അവർ വളരെ കെയർഫുൾ ആയിരിക്കും. ഇവിടെ നിന്ന് അവിടെ പണിക്ക് പോകുന്നവർ കഴിയുന്നതും കുറ്റം ചെയ്യൂല. ആ ഒരു പേടി നമ്മുടെ ഇവിടെ ഉള്ള ഈ സോക്കാൾഡ് അതിഥികൾക്ക് ഇല്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. അപ്പൊ ഈ എയ്ഡ്സിനെ സംബന്ധിച്ച്
ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ് എന്ന് പറയുന്നതിൽ പ്രധാനമായി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ആരും അതിനൊരു നോട്ടം കൊടുക്കുന്നില്ല. ഈ എയ്ഡ്സ് ബാധിച്ചവനെ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കൊണ്ടു നടക്കാം എന്നതിൽ മാത്രമാണ് ശ്രദ്ധ. അത് വേണ്ടാന്നല്ല ഈ പറയുന്നത്, പക്ഷേ വേറെ കമ്മ്യൂണിറ്റി കണ്ണടയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടെ അഡ്രസ് ചെയ്താൽ മാത്രമേ HIV പടരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റൂ.